ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു പഴയ സ്റ്റാൻഡ് നമ്മളൊരു ഷൂ റാക്ക് ആക്കുന്ന ഒരു വീഡിയോ ആണ്. വീഡിയോയിലേക്ക് കിടക്കാം. ഈ സ്റ്റാൻഡ് നമ്മളെടുത്ത് കുറേ ആയത് ഇങ്ങനെ മൂലക്കെട്ടിട്ട് ആകെ റസ്റ്റ് പിടിച്ച് പെയിൻ്റൊക്കെ ഇളകിയ അവസ്ഥയായിരുന്നു. വലിയ സ്റ്റാൻഡാണ്. അതിൻ്റെ സ്ക്രൂസൊക്കെ അഴിച്ച് അത് വേർപ്പെടുത്തി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഏതളവാണോ വേണ്ടത് ആ അളവിലേക്ക് സ്റ്റാൻഡിൻ്റെ ലെഗ് കട്ട് ചെയ്യലാണ്. മെഷർമെൻറ്റ് നമുക്ക് എങ്ങനെ എടുക്കാം. ഇതിപ്പോൾ അവിടെ നമുക്ക് എവിടെ വെക്കാൻ സ്പേസ് അതിന് കണക്കായ മെഷർമെൻറ്റ് എടുക്കുക. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം 1 അടി 1.5 അടി ആ റേഞ്ചിലാണ് നമുക്ക് സ്റ്റാൻഡിൻ്റെ ലെഗിൻ്റെ അളവ് വേണ്ടത്. ഇവിടെ ഞാൻ 2.5 അടിക്ക് ഉള്ള ലെഗ് കട്ട് ചെയ്തിട്ട് 1.25 അടി വരുന്ന രൂപത്തിൽ 2 സ്റ്റാൻഡ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യം 2.5 അടിക്ക് കട്ട് ചെയ്തതിന് ശേഷം അത് 1.25 ഞാൻ സ്പ്ലിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഗ്രൈൻഡർ ഉപയോഗിച്ച് കട്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. മെറ്റൽ ബ്ലേഡ് പെട്ടെന്ന് ബ്രേക്കാവുന്നതാണ്, പിന്നെ സ്ലിപ്പാവുന്നതാണ്. പവർഫുൾ ഗ്രൈൻഡറൊക്കെ ആണെങ്കിൽ നല്ലവണ്ണം കെയർഫുൾ എടുക്കണം. ഞാനിവിടെ സേഫ്റ്റി മെഷർമെൻ്റ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ഞാൻ നോർമലി ഇലക്ട്രിക്കിൻ്റെ പണിയെടുക്കുന്നതുകൊണ്ട് അത്ര എക്സ്പേർട്ട് അല്ലെങ്കിലും കുറച്ച് തരികിട പരിപാടികൾ ചെയ്യുന്നതുകൊണ്ട് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക്. അല്ലാത്ത പക്ഷം നമ്മൾ സേഫ്റ്റി ഗിയേഴ്സ് ഉപയോഗിക്കാണ്ട് നമ്മൾ ഇങ്ങനത്തെ പരിപാടികൾ ചെയ്യരുത്. വെരി റിസ്ക്കാണ്. എവിടെയെങ്കിലും ആ മെറ്റൽ ബ്ലേഡിൻ്റെ ബ്ലേഡ് സോഫ്റ്റാണ്, അപ്പോൾ അത് പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ നമ്മളെ കണ്ണിലോ എവിടെയെങ്കിലും തട്ടിയാലോ വളരെ വളരെ അപകടകരമാണ്. ശ്രദ്ധിച്ച് ഉപയോഗിക്കുക ടൂൾസൊക്കെ ഉപയോഗിക്കുമ്പോൾ, എന്ത് ടൂൾസ് ആയാലും. ലെഗ് കട്ട് ചെയ്തതിന് ശേഷം നമ്മളതിൻ്റെ അഗ്രഭാഗങ്ങൾ തയ്ക്കുകയാണ്, ഗ്രൈൻഡ് ചെയ്യുകയാണ്. അതിൻ്റെ ഷാർപ്പ്നെസ് ഒഴിവാക്കുകയാണ്. അല്ലെങ്കിൽ കൈയും കാല തട്ടിക്കഴിഞ്ഞാൽ നമ്മളെ കൈയും കാലും സ്ക്രാച്ച് ആവും, മുറിവ് വരും. അതുകൊണ്ട് അതിൻ്റെ എഡ്ജൊക്കെ നമ്മൾ ഗ്രൈൻഡ് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്ത് ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ പെയിൻ്റൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് SDൻ്റെ ഒരു പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യുന്നത്. നല്ല യൂസ്ഫുൾ പ്രൊഡക്റ്റാണ്. ഞങ്ങളിത് നമ്മുടെ നാട്ടിലെ ലോക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. ആദ്യമായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇത് പണ്ടൊക്കെ യൂട്യൂബിലൊക്കെ കാണാം ഇങ്ങനെ പെയിൻറ്റ് റിമൂവ് ചെയ്യുന്നത്. അന്നേരം ഒരു ആശ്ചര്യമൊക്കെ തോന്നിയിരുന്നു. അങ്ങനെ ഈ പ്രൊഡക്റ്റ് ഞാൻ അവിടെ അൺഎക്സ്പെക്റ്റഡ്ലി കണ്ടപ്പോൾ ഞാനതൊന്ന് വാങ്ങി നോക്കിയതാണ്. ഇത് ആദ്യത്തെ ടെസ്റ്റിംഗ് ആണ്. അപ്പോൾ നല്ല റിസൾട്ടാണ്. അതിൻ്റെ മെറ്റീരിയൽ കുറച്ച് ഹാംഫുള്ളാണ് കേട്ടോ. നമ്മൾ ഉദ്ദേശിച്ച പെയിൻറ്റോ നമ്മളെ ടർപ്പൻറ്റോ അല്ലെങ്കിൽ ടിന്നറോ പോലെയല്ല. അല്ലാണ്ട് ബോഡിക്കൊക്കെ തട്ടിക്കഴിഞ്ഞാൽ ഹീറ്റ്, അതായത് നമ്മൾ പൊള്ളുന്നൊരവസ്ഥ വരുന്നുണ്ട്. ഞാനിത് ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന കൊണ്ടായിരിക്കും. ഇത് ഡെയിലി ഉപയോഗിക്കുന്നതൊക്കെ ആ വിഷയങ്ങളുണ്ടാവില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഈ പെയിൻ റിമൂവർ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ചില പ്രശ്നങ്ങളുണ്ട്. നല്ല അത് ശരീരത്തൊക്കെ ഇങ്ങനെ തെറിച്ചതിന് നല്ല ഒരു ഗ്യാസ് ടൈപ്പാണ്. ഒരു എന്താ പറയുക, വുഡ് ഫിനിഷ് പോളിഷിൻ്റെ എല്ലാം ഒരു സ്മെല്ലാണ്. ഒരു ട്രാൻസ്പെറൻറ്റ് കളറിലാണ് വരുന്നത്. ഇത് അപ്ലൈ ചെയ്തിട്ട് ഒരു 15 മിനിറ്റിന് ശേഷം പെയിൻറ്റ് നോർമലി ഇങ്ങനെ പൊളിഞ്ഞു വരുന്നത് കാണാം. പിന്നെ നമ്മളൊരു സ്ക്രാപ്പറോ അല്ലെങ്കിൽ പൊട്ടി ബ്ലേഡോ യൂസ് ചെയ്തിട്ട് നമ്മളതിൻ്റെ പെയിൻറ്റ് ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്യാമെങ്കിൽ വളരെ യൂസ്ഫുള്ളായ പ്രൊഡക്റ്റാണ്. 210 ആണ് റേഞ്ച് വരുന്നത്. ഒക്കെ റിമൂവ് ചെയ്തതിന് ശേഷം അടുത്ത പരിപാടി അതിന് പെയിൻ്റ് അടിക്കലാണ്, റീപെയിൻറ്റ് ചെയ്യലാണ്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് MRFൻ്റെ വേപ്പർ പെയിൻ്റാണ്, എനാമലാണ്. നോർമലി നമ്മൾ ഏഷ്യൻ പെയിൻ്റാണ് യൂസ് ചെയ്യൽ. MRF ആണ് കുറച്ചും കൂടി നല്ലത് എന്നറിഞ്ഞ് കുറച്ചും കൂടി എന്താ പറയുക, നമ്മളെ കോസ്റ്റൽ ഏരിയ ആണ്. അപ്പോൾ MRF ആണ് കുറച്ചും കൂടി നല്ലത് എന്നറിഞ്ഞുകൊണ്ടാണ് MRF വാങ്ങിയത്. താരതമ്യേന പ്രൈസൊക്കെ സെയിമാണ്. ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ അപേക്ഷയും ഇതൊക്കെ സെയിമാണ്. പെയിൻറ്റിൻ്റെ മുടൊക്കെ മൂടി തുറന്നതിന് ശേഷം നല്ലവണ്ണം ഇളക്കേണ്ടതാണ് പെയിൻറ്റ്.
ഒരു ചെറിയൊരു കട്ടി അടിയിലുണ്ടാകും. അത് നമ്മളത് നല്ലവണ്ണം ഇളക്കിയിട്ട് യൂസ് ചെയ്യണം. ഇളക്കിയിട്ട് ആവശ്യത്തിന് ടർപ്പാൻ്റെ ടിന്നർ യൂസ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാനാണ്. ഇവിടെ ഞാൻ കെട്ടി വെച്ചിട്ടാണ് പെയിൻറ്റ് ചെയ്യുന്നത്. റോളർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. റോളർ ഉപയോഗിച്ചാലാണ് നല്ല ഫിനിഷിങ് കിട്ടുക. അല്ലാത്ത പക്ഷം ഫിനിഷിങ് കിട്ടും, പക്ഷേ ബ്രഷിൻ്റെ കളിയുണ്ടാവും. ഡബിൾ കോട്ടൊക്കെ അടിക്കേണ്ടത്. റോളർ വെച്ചാൽ നമുക്ക് ഒരു സിംഗിൾ കോട്ട് തന്നെ നമുക്ക് മാക്സിമം നല്ല നല്ലൊരു ഫിനിഷിങ് തന്നെ, ഗ്ലേസിങ്ങോടുകൂടിയ ഫിനിഷിങ് തന്നെ നമുക്ക് കിട്ടുന്നതാണ്. നല്ല റോളേഴ്സ് ഉപയോഗിക്കുക. നമുക്ക് വീഡിയോ തന്നെ കാണാൻ കഴിയും നമ്മളെ റോളർ ഉപയോഗിച്ചുള്ള ഫിനിഷിങ്. ഒരു സിംഗിൾ കോട്ടിൽ തന്നെ നമുക്ക് നല്ല ഫിനിഷിങ് കിട്ടും. അല്ലാത്ത പക്ഷം നമ്മൾ പ്ലെയിനായിട്ടൊരു മെറ്റൽ പാർട്ടിൽ നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ ബ്രഷിൽ പെയിൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ബ്രഷിൻ്റെ കലയെ എടുത്ത് കാണിക്കും. മറിച്ച് റോളർ ഉപയോഗിക്കുമ്പോൾ പെയിൻറ്റ് കുറച്ച് പോകുമെങ്കിലും ഇറ്റ്സ് ബെറ്റർ. എനിക്ക് റോളർ ഉപയോഗിച്ചിട്ടാണ് നല്ല ഫിനിഷിങ് കിട്ടിയിട്ട് തോന്നിയത്. ബ്രഷ് ഉപയോഗിച്ചാൽ നമുക്ക് പെയിൻറ്റിൻ്റെ ചിലവ് കുറക്കാം. പെയിൻറ്റ് അത്രേ വേണ്ടി വരും, താരതമ്യേന കുറവാണ് ബ്രഷിന്. ഇവിടെ ഞാൻ എല്ലാം പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ 2.5 ഫീറ്റുള്ള ലെഗാണ്. നേരെ ഞാൻ ഹാഫായിട്ട് കട്ട് ചെയ്യും. ഹാഫായി കട്ടുന്നതിന് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടില്ല. അത് ഞാൻ കട്ട് ചെയ്ത് വെച്ച് പെയിൻറ്റ് ചെയ്ത സ്റ്റാൻഡും അതിൻ്റെ സ്ക്രൂസ് ഞാൻ പുതിയ വാങ്ങിയിരുന്നു. അതിൻ്റെ സൈസ് നോക്കിയിട്ട് നമ്മൾ സ്ക്രൂ വാങ്ങുന്നതാണ്. സ്ക്രൂ വാങ്ങി നമ്മൾ അടുത്തതായി അത് ഫിറ്റ് ചെയ്യുകയാണ്. അതായത് ഒരു ലെഗിൽ 2 സ്റ്റാൻഡ് ആണ്. ഇപ്പോൾ 2 ഷൂറാക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മളെ സിറ്റ് ഔട്ട് കാണുന്നത് പോലെ നിങ്ങൾ കാണാൻ പോയി. സിറ്റ് ഔട്ടിൻ്റെ അടിഭാഗത്ത് വെക്കാനാണ് പരിപാടി. അതിൻ്റെ അടിഭാഗത്ത് ഉമ്മാൻ്റെ ചിരവിയുണ്ട്. പുറത്തിരുന്നിട്ടാണ് തേങ്ങാറുണ്ടെങ്കിൽ. അതുകൊണ്ട് ഉമ്മാൻ്റെ ചിരവിയുണ്ട്. പ്രേക്ഷകർ കാണുമ്പോൾ ക്ഷമിക്കണം. പുറത്തിരുന്നിട്ടാണ് നമ്മൾ സാധാരണ തേങ്ങയൊക്കെ ചേരേണ്ടത്. അതാണ് അവിടെ അങ്ങനെ വെച്ചിട്ടുള്ളത്. ആ ഭാഗത്താണ് നമ്മൾ ഷൂറൊക്കെ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സൈസ് കുറവായതുകൊണ്ടാണ് ഞാൻ 1.25 അടി എടുത്തത്. അല്ലാത്ത പക്ഷം നമുക്ക് 2.5 അടി തന്നെ 4-5 തട്ട് വെച്ചിട്ട് നമുക്ക് നല്ലൊരു അടിപൊളി ഷൂറൊക്കെ ആക്കാമായിരുന്നു. ഇതും കാണാൻ മോശമൊന്നുമില്ല, പക്ഷേ ഇത് കുറച്ച് ചെറുതായി പോയി. എങ്ങനെയായാലും സ്പേസ് ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഞാൻ ഇപ്പോൾ ചെയ്ത പോലെ 2 ആക്കി ചെയ്യാം. ഇനി സ്പേസ് കുറവാണെങ്കിൽ ഒറ്റ സ്റ്റാൻഡിൽ 4 തട്ടോ 5 തട്ടോ ആക്കി ചെയ്യാം. അത് നിങ്ങളെ ഐഡിയയും നിങ്ങളെ സ്ഥല സൗകര്യം അനുസരിച്ച് നിങ്ങൾക്ക് അതിൽ നിന്ന് മാറ്റാവുന്നതാണ്. കണ്ടെടുത്തോളം ഈ സ്റ്റാൻഡിൻ്റെ ഏറ്റവും പോസിറ്റീവ് പാർട്ട് നമുക്ക് ഇത് നെട്ട് ആൻഡ് ബോൾട്ടായതുകൊണ്ട് നമുക്ക് ഈസി റിമൂവലുമാണ്, ഈസി ഫിക്സബിളുമാണ്. ആർക്കും എവിടെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണിത്. ഒരു വെൽഡറോ ഒരു മെക്കാനിക്കോ ഒരു ഹെൽപ്പറോ ഒന്നും നമുക്ക് ആവശ്യം വരുന്നില്ല. സ്വയം വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ഇത്. മാർക്കറ്റ് ലെവലുമാണ് ഈ പ്രൊഡക്റ്റ്. ഇപ്പോൾ നമ്മളെ കൈമൽ 1-2 കൊല്ലമായി നമ്മളെ കൈമൽ ഇതിങ്ങനെ റസ്റ്റും പിടിച്ച് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു ഐഡിയ നോക്കി ചിന്തിച്ചപ്പോൾ ഇതാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ പരിപാടി ഏകദേശം സക്സസ് ആയിട്ടുണ്ട്. ഇത് കാണുന്ന പോലെ നമ്മുടെ ബ്രദറാണ് തുടക്കമെല്ലാം ചെയ്യുന്നത്. കുറച്ച് കച്ചറിയും പൊടിയെല്ലാം ഉണ്ടായിരുന്നു. 2-3 ദിവസം എടുത്ത വീഡിയോ ആണ്, ഒരുമിച്ച് എഡിറ്റ് ചെയ്തിട്ടതാണ്. കാണാൻ മോശമില്ല, മാഷാ അല്ലാഹ് നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. ഇത് സ്ക്രാപ്പാണ് ശരിക്കും പറഞ്ഞാൽ. ഇത് ഉമ്മ തൂക്കി വിൽക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. ഇത് ഞാനെടുത്തിട്ട് ഈ ടൈപ്പ് ആക്കി വെച്ചാണ്. എന്നാലും നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ച് അമർത്തി പൊട്ടിക്കാണ്ടിരിക്കാതെ ചെയ്യുക. എന്നാൽ പിന്നെ നമുക്കൊരടുത്ത വീഡിയോ ഞാൻ ചെയ്യുന്നത് വരെ ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്.